ബ്രോ ഈ ഏട്ടനെ ഞങ്ങൾക്ക് തിരിച്ചു വേണം ബ്രോ, അതാണ് പറയാനുള്ളത്. അന്നൊന്നും മണിച്ചിത്രത്താഴ് എവർഗ്രീൻ മൂവിയാണല്ലോ. വലിയൊരു ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്ന് ഈ പടം കാണാൻ പറ്റുക എന്നുള്ളത് ചില്ലറ കാര്യമല്ല. അല്ല, ദാസപങ്കാരുടെ പുള്ളി നല്ല ഭാവിയുള്ള ഒരു ആക്ടറാണ്, കിടിലമാണ്. മൂന്നാമത്തെ ദിവസം നമ്മൾ ഒരുമിച്ചാണ്. ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. ചേട്ടാ ഓൾറെഡി കണ്ട പടമല്ലേ ചേട്ടാ? അന്നും തിയേറ്ററിൽ തന്നെ കണ്ട ഇല്ല എന്നുള്ളതൊരു വലിയ വിഷമമാണ്. എന്നാൽ പോലും ഓക്കെയാണ്, പടം ഓക്കെയാണ്. അന്നൊന്നും മണിച്ചിത്രത്താഴ് എവർഗ്രീൻ മൂവിയാണല്ലോ, സെറ്റാണ്. കൊള്ളാം മനുഷ്യത്താഴ് കൊള്ളാം ബ്രോ. ഈ ഏട്ടനെ ഞങ്ങൾക്ക് തിരിച്ചു വേണം ബ്രോ, അതാണ് പറയാനുള്ളത്. ഈ ഏട്ടനാണ് തിരിച്ചു വേണ്ടത്. നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു. 4K കൊള്ളാം. വളരെ നല്ല ഡാൻസ് കോമഡി എല്ലാം നിറഞ്ഞിട്ടുള്ള ഒരു എന്താ പറയുക നല്ല. മൂന്നാമത്തെ ദിവസം നമ്മൾ ഒരുമിച്ചാണ്. ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. ഇവരെ കാണാത്ത പടമുണ്ട്. ഒരിക്കലും ബ്രീസിൽ ഇങ്ങനെ കഥയാവുന്നു. കൊള്ളാമായിരുന്നു, അടിപൊളി. ടി വിയിൽ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ, അപ്പം തിയേറ്റർ കണ്ടപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ഫീലായിരുന്നു. കൊള്ളാന്നല്ല, ഇത് ആദ്യം തിയേറ്ററിൽ തന്നെ ഞാൻ വന്ന് കണ്ടിട്ടുള്ളത്. ഇപ്പോൾ സൗണ്ടും എല്ലാം കുറച്ചുകൂടി നല്ല. അന്നും തിയേറ്ററിൽ തന്നെ കണ്ട. അല്ല, ദാസപങ്കാരുടെ പുള്ളി നല്ല ഭാവിയുള്ള ഒരു ആക്ടറാണ്, കിടിലമാണ്. നല്ല രസമുണ്ട് കേട്ടോ. രണ്ടാമത് മസ്റ്റ് ആയിട്ട് തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. ഇത് നല്ലായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു, സെറ്റായിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു. പണ്ട് കണ്ടതാണ്, ഇപ്പോൾ കുട്ടികൾക്ക് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അവർക്ക് ആ ഒരു സ്ക്രീനിൽ കണ്ട ഒരു എക്സ്പീരിയൻസ് ഇല്ലല്ലോ, ഞങ്ങളൊക്കെ കണ്ടതാണ്. അപ്പോൾ അവർ എൻജോയ് ചെയ്തിട്ടുണ്ട്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അടിപൊളിയായിരുന്നു ചേട്ടാ, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ദേവദൂതൻ കണ്ടതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് ഇത് കാണാൻ തന്നെയായിരുന്നു. 4K ഒബ്വിയസ്ലി 4K സ്ക്രീനിൽ കാണുമ്പോൾ ഒരു ഗൂസ് ബംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സൗണ്ട് എഫക്ട്സ് ആയാലും നമ്മുടെ ശോഭന മാമിൻ്റെ ലാസ്റ്റത്തെ സീക്വൻസ് ആയാലും സോങ്സ് ആയാലും ലാലേട്ടൻ്റെ എല്ലാവരുടെയും കോംബോ വലിയ സ്ക്രീനിൽ കാണാൻ പറ്റും. ഒരുപാട് സന്തോഷം, അടിപൊളിയായിരുന്നു. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നമ്മൾ കേരളീയം പരിപാടി വന്നപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമ്മൾ മണിക്കൂറോളം മഴയത്തൊക്കെ നിന്നാണ് കണ്ടത്. പക്ഷേ അത് നന്നായിരുന്നു, വളരെ നന്നായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ വർഷങ്ങൾക്ക് ശേഷം ഇതുപോലൊരു എപ്പിക് മൂവി നമ്മൾ കാണുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ്, തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ചേട്ടാ ഓൾറെഡി കണ്ട പടമല്ലേ ചേട്ടാ? അല്ല പ്രത്യേകിച്ച് കൊള്ളാം, അടിപൊളിയായിരുന്നു. കൊള്ളായിരുന്നു, സൂപ്പറായിട്ടുണ്ട്. മോഹൻലാൽ കിടില്ല. പാട്ട് കൊള്ളായിരുന്നു, സിനിമയും കൊള്ളായിരുന്നു, മോഹൻലാൽ കിടില്ല, എല്ലാവരും നല്ല അഭിനയമായിരുന്നു. 4K പാട്ട് പ്രത്യേക ഫീലായിരുന്നു. കൊള്ളാം, സൂപ്പർ സിനിമ. കൊള്ളായിരുന്നു. 4K വരുമ്പോൾ കുറച്ചുകൂടെ ബെറ്ററാണ് കാണാനൊക്കെ. സൂപ്പർ ആട്ടോ, നമുക്ക് ക്ലാസ് ഒന്നും പറയില്ല, കിടില്ല. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ഇറങ്ങിയപ്പോൾ കണ്ടിട്ടില്ലെങ്കിലും ഇപ്പം തിയേറ്ററിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പം അതിലുള്ള പല ആർട്ടിസ്റ്റുകളും ലെജൻഡറി ആയിട്ടുള്ള പലരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്നുള്ളതൊരു വലിയ വിഷമമാണ്. എന്നാൽ പോലും അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പം അതിൻ്റെ സംഗീതമാണെങ്കിലും അഭിനേതാക്കളുടെ കഴിവാണെങ്കിലും എല്ലാം നമ്മളെ ഒരുപാട് നൊസ്റ്റാൾജിക് ആക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കൊള്ളാട്ടോ, കുഴപ്പമില്ല. ലൈക്ക് ആ ഒരു ടി വിയിൽ കണ്ട സിനിമ, യൂട്യൂബിൽ കണ്ട സിനിമ തിയേറ്ററിൽ ഒരു 4K കാണാൻ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുഴപ്പമില്ല. ആകെ ഒരു ലൈക്ക് സ്ക്രീൻ ഫിറ്റ് റേഷ്യോ ഒന്ന് കുറഞ്ഞു, അതുമാത്രമേ കുഴപ്പമുള്ളൂ. ബാക്കി ലൈക്ക് ആ ഒരു കൾട്ട് ക്ലാസ്സിൽ പടമൊക്കെ തിയേറ്ററിൽ കാണാൻ പറഞ്ഞ ഒരു ഭാഗ്യം തന്നെയാണ്. കിട്ടില്ല, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ബ്രോ. നമുക്ക് ഇതുപോലെ ഇനി റീ റിലീസ് ഒരുപാട് പടങ്ങൾ വേണമെന്നാണ് കാര്യം. ഇപ്പോൾ തന്നെ റീ റിലീസിൻ്റെ കാലമാണല്ലോ വന്നിട്ട്. അപ്പോൾ നമുക്ക് തിയേറ്ററിൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞൊരു നല്ലൊരു അനുഭവമാണ് വന്നിട്ട്. എന്തുകൊണ്ട് എന്തായാലും നല്ലതാണ്. SL പ്രത്യേകിച്ച് നല്ലൊരു അനുഭവമായിരുന്നു. വലിയൊരു ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്ന് ഈ പടം കാണാൻ പറ്റുക എന്നുള്ളത് ചില്ലറ കാര്യമല്ല. അപ്പോൾ അതിനകത്ത് ഓരോ സീനും അവർ എൻജോയ് ചെയ്യുമ്പോൾ കൂട്ടത്തിൽ എൻജോയ് ചെയ്യാൻ പറ്റുക, ആ പെർഫോമൻസുകൾ നോക്കാൻ പറ്റുക, അതെല്ലാം ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. 100% സാറ്റിസ്ഫൈഡ് ആണ്. അയ്യോ, ആക്ച്വലി നമുക്ക് ഈ സിനിമ ആ തിയേറ്ററിൽ പണ്ട് ഇറങ്ങിയപ്പോൾ തിയേറ്ററിൽ നിന്ന് കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഇല്ലാത്ത സമയം ഉണ്ടാക്കി വന്നത്. അത് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിരുന്നു. കാരണം ഇപ്പം ഏരീസിൻ്റെ ഓഡിയോ പോലൊരു സ്ക്രീനിൽ ഇത്രയും